എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പുളിച്ചോറ്, പുളിസാദം, പുളിയോദര എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മെയിനായിട്ടും വേണ്ടത് പുളിയാണ്. പിന്നീട് നമുക്ക് അതിലേക്ക് ഒരു സ്പെഷ്യൽ പൗഡർ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാനുള്ളതും കൂടെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അളവുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാം. പിന്നീട് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പും സാദാ കടലയുമാണ്. പിന്നീട് അല്പം അതിലേക്ക് കായം ചേർക്കണം, അതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ശർക്കര ഇതിലേക്ക് അവസാനം ചേർക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാമാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ബാക്കിയുള്ളതെല്ലാം ഇതുണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇതെല്ലാമാണ് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. ബാക്കിയെല്ലാം ഇതുണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ആദ്യം ഇതിൻ്റെ പുളി വെള്ളം നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ നാരങ്ങയുടെ സൈസിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിവിടെ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് കൈകൊണ്ട് നല്ലവണ്ണം അത് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പൗഡർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 8 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. പിന്നീട് എടുക്കേണ്ടത് ഉലുവയാണ്. അത് 1 ടീസ്പൂണോളം മതിയാകും. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് വെളുത്ത എള്ളാണ്. അതും 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത് പൗഡർ ആക്കുന്നതിന് മുന്നേ ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ എടുക്കുന്ന കടലപ്പരിപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. പിന്നീട് എടുക്കുന്ന സാദാ കടലയും 2 ടേബിൾ സ്പൂൺ, രണ്ടും ഈക്വൽ എമൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്കുള്ള കായത്തിൻ്റെ പൗഡർ ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കായത്തിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ചേർക്കാൻ പോകുന്നത്. ഇനി പൊടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊന്ന് ചൂടാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചൂടാക്കിയാൽ മതിയാകും. എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, അപ്പോൾ അത് കറക്റ്റായിട്ട് വരണം എന്നില്ല. അപ്പോൾ ഞാനിവിടെ ആദ്യം മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാകും. അതിനുശേഷം എള്ളും ഉലുവയും കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്താൽ ചിലപ്പം ഉലുവയും എള്ളും കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. ഉലുവയും എള്ളും പെട്ടെന്ന് പൊട്ടി കിട്ടും. അതും കൂടെ മാറ്റി വയ്ക്കുക. നമ്മൾ ഇതെല്ലാം ചൂടാക്കുന്ന സമയത്ത് സിമ്മിലിട്ട് വേണം ചൂടാക്കാൻ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവുള്ളൂ. ഇനി വറ്റമുളകും കൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ കടലെണ്ണയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലൊന്നും ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കരുത്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നില്ല. എണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ചിടുക. അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നും കൂടെ ചേർക്കേണ്ടതുണ്ട്. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നീട് നമുക്ക് 2 വറ്റൽമുളകും കൂടെ അതിലേക്ക് പൊട്ടിച്ചിടാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും സാദാ കടലയും അതോടൊപ്പം തന്നെ കായവും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരേക്കും നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് നമ്മൾ അരിച്ചെടുത്ത് വെച്ച പുളിവെള്ളമാണ്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് അല്പം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ പുളിവെള്ളം ഒഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് ഒഴിക്കണം. നമ്മൾ എണ്ണയിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്, അപ്പോൾ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിയാണ് ചേർക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ പൗഡർ ഇട്ടതിന് ശേഷം അതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു എരിവ്, പുളിയാണ് മുന്നിട്ട് നിൽക്കുന്നത്, അല്പം എരിവെല്ലാം അതിൽ മാനേജ് ചെയ്ത് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യം നല്ല വെള്ളം പോലെ ഇരിക്കും. ഇത് കുറേ സമയം ഇരുന്ന് തിളച്ചാണ് ഇത് കുറുകിയ ഒരു ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ ആ കുറുകിയ ഫോമിൽ കിട്ടുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയാണ്. അപ്പോൾ അത് 1 ടീസ്പൂണോളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ഇടുമ്പോഴേ ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് അവസാനമായിട്ട് നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. ഇനി ഇത് റൈസുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് റൈസ് എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് റൈസുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് റൈസുമായിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടിപ്പോകും. പുളി കൂടുതലാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ല. അതായത് നമ്മുടെ റൈസിന് പാകത്തിനുള്ള അളവിലാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് വേവിച്ചെടുത്തത്. അപ്പോൾ അതിന് കണക്കാക്കിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇട്ട സമയത്ത് കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിൽ അടച്ചു വയ്ക്കും. അത് നെക്സ്റ്റ് ഡേ നമുക്ക് വേണമെങ്കിൽ റൈസ് ഉണ്ടാക്കുമ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുളി റൈസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ട്രഡീഷണലാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്, വെറൈറ്റി ആയിട്ടുള്ള റൈസാണ്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ വറുവൽ, അതുപോലെ തന്നെ കത്രിക്ക വറുവൽ, പപ്പടം, ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കമൻറ്റും ലൈക്കും ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.